മൗത്ത് അൾസറിനുള്ള മറ്റൊരു പ്രതിവിധി എന്ന് പറയുന്നത് ഈ പച്ചമോര് നല്ല പച്ചമോര് കുടിക്കുന്നത് മൗത്ത് അൾസർ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പച്ചമോര് എന്ന് പറഞ്ഞാൽ ബോഡി കൂളിംഗ് ആണല്ലോ അല്ലേ? ഇത് ശരീരത്തിൽ ചൂട് കൊണ്ട് കൂടിയാണ് ഇങ്ങനെ മൗത്ത് അൾസർ ഉണ്ടാകുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ശരിക്കും ബോഡി ബോയിൽസ് ഉണ്ടാകുന്നത് പോലെ തന്നെ അതിനെ കുറച്ചും കൂടെ ഇപ്പോൾ ബോഡി ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ വേറെ എവിടെ വരുന്നതിനെക്കാട്ടിലും പെയിൻഫുൾ ഫോം ആണ് വായിക്കകത്ത് വരുന്നത്. അതുപോലെ തന്നെ മോരില് നെല്ലിക്ക അടിച്ചു കുടിക്കുന്നതും വായ്പുണ്ട് വരാതിരിക്കാൻ സഹായിക്കും. വന്നാലും അത് പെട്ടെന്ന് മാറാനായിട്ട് ഇത് ഈ ഒരു റെമഡി സഹായിക്കുമെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമുക്ക് ഒരിക്കലും ഉപദ്രവമില്ലാത്ത ചില റെമഡീസ് ആണ് അല്ലെ? ഒരിക്കലും നമുക്ക് ദോഷകരമായ അതെ ശരീരത്തിന് ഒരിക്കലും ദോഷകരമായി ബാധിക്കില്ല. എന്നാൽ ഇങ്ങനെ സ്കിന്നിനൊക്കെ നല്ല കാര്യം നല്ലതും കൂടെയാണ് അല്ലെ? നമുക്ക് കണ്ടിട്ട് വരാം അടുത്ത സെഗ്മെന്റ് പ്രണവം. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ കൗമുദി TV പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, ഇന്ന് സംസാരിക്കുന്നത് എല്ലാ ആൾക്കാരുടെ ഒരു സ്വപ്നമാണ് ഒരു ഗവൺമെന്റ് ജോലി ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ ഗവൺമെന്റ് ജോലി ലഭിക്കാനായിട്ട് പലരും ഇങ്ങനെ പല ജ്യോത്സ്യരെയൊക്കെ കാണുമ്പോൾ ചിലർ പറയുന്നത് കേൾക്കാറുണ്ട്, ചില പ്രത്യേക നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഗവൺമെന്റ് ജോലി ലഭിക്കില്ല എന്നൊക്കെ. അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? അത്തരത്തിൽ ഗവൺമെന്റ് ജോലിയും ജനിച്ച നക്ഷത്രവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒന്ന് വിശദീകരിക്കാമോ? ഇത് തന്നെ പലരും നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. കാരണം അവർ വരുമ്പോൾ പറയും മകീര നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ട് മകീര നക്ഷത്രത്തിൽ ജനിക്കുന്ന ഒരാൾക്ക് ഗവൺമെൻറ് ജോലി കിട്ടില്ല എന്നാണ് ഒരു മിടുക്കൻ ജ്യോത്സ്യൻ്റെ കണ്ടെത്തൽ. അപ്പോൾ ഞാനത് അവരോട് ചോദിച്ചു, അതെന്താ ഇങ്ങനെ 27 നക്ഷത്രത്തിൽ ഏതിൽ ജനിച്ചാലും വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും, നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് 27 നക്ഷത്രങ്ങളും നമുക്ക് തുല്യം തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ മകീര നക്ഷത്രത്തിന് ഗവൺമെൻറ് ജോലി കിട്ടില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ജ്യോത്സ്യനെ കാണിച്ചപ്പോൾ അങ്ങേര് പറഞ്ഞ മറുപടിയാണ്. അപ്പോൾ ഇത് തന്നെ നമ്മൾ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞു, ഈ ആചാര്യന്മാർക്ക് വരുന്ന പിഴവ് ഈ ലഗ്നം കറക്റ്റ് ചെയ്യുന്നതിൽ നിന്ന് തുടങ്ങുകയാണ്. അപ്പോൾ ലഗ്നം കറക്റ്റ് ചെയ്യുമ്പോൾ മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ശനീനെയും ഗുളികനെയും വ്യാഴത്തെയും ആ രീതിയിൽ ചിന്തിക്കാതെ പറ്റുമ്പോൾ ലഗ്നമൊക്കെ തോന്നണോടത്തായിരിക്കും കിടക്കുക. അപ്പോൾ എപ്പോഴും ജോലി ചിന്തിക്കുന്നത് 10ാം ഭാവം കൊണ്ടാണ്. 10ാം ഭാവം കൊണ്ട് ജോലി ചിന്തിക്കുമ്പോൾ 10ൽ ആദിത്യനുണ്ടെങ്കിൽ, അതായത് സൂര്യനുണ്ടെങ്കിൽ അതാണ് ഗവൺമെൻറ് ജോലി. അല്ലെങ്കിൽ 10ലേക്ക് ആദിത്യൻ്റെ ദൃഷ്ടിയുണ്ടെങ്കിൽ അതും ഗവൺമെൻറ് ജോലി. അതേപോലെ 10ാം ഭാവാധിപന് ആദ്യത്തിൻ്റെ യോഗം ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിലും ഇതും ഗവൺമെൻറ് ജോലി. അങ്ങനെ ഒരുപാട് രീതിയിൽ ഈ ഗവൺമെൻറ് ജോലിയിലേക്ക് ചിന്തിച്ചു വരാം. അപ്പോൾ ചിന്തിക്കുന്ന ആചാര്യൻ അല്പജ്ഞാനിയാണെങ്കിൽ, നമ്മൾ മുമ്പേ പറഞ്ഞു അല്പജ്ഞാനിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ രീതിയിൽ മകീര നക്ഷത്രത്തിന് കിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ആൾ അത്ര കണ്ട് വിശകലനം ചെയ്യാത്ത ഒരാളെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ ഒരു ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ, പണ്ട് കാലത്തൊരു വൈദ്യർ ചികിത്സയ്ക്ക് എവിടെ പോയാലും പെട്ടെന്ന് ചികിത്സ നടത്തി രോഗികളെല്ലാം ചികിത്സ ഫലിപ്പിച്ചിട്ട് വരുന്നൊരു പ്രകൃതക്കാരനായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ചികിത്സയ്ക്ക് പോകുമ്പോൾ ശിഷ്യനും കൂടെ ഉണ്ടാവും. ഈ ശിഷ്യൻ പലയിടത്തും ചെല്ലുമ്പോൾ ഗുരുവിൻ്റെ മികവ് കണ്ട് അത്ഭുതപ്പെട്ടൊക്കെ നിൽക്കും. കാരണം ഇങ്ങനെ ചെല്ലുമ്പോൾ തന്നെ അത് കഴിച്ചോ, ഇത് കഴിച്ചോ, അതുകൊണ്ടാണോ ഇതുകൊണ്ടാണോ എന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പോൾ മരുന്ന് കൊടുത്തു, അപ്പോൾ തന്നെ മാറി. അപ്പോൾ ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ശിഷ്യന് മനസ്സിലായി ഗുരുവിൻ്റെ ട്രിക്കൊന്ന് പഠിച്ചൊക്കെ എടുക്കണമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നീട് ഇതൊക്കെ കഴിയുമ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഗുരുവിനോട് ചോദിക്കും, അതെന്താ അങ്ങനെ, ഇതെന്തെങ്ങനെയെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഗുരു മറുപടിയും പറഞ്ഞു. അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾക്ക് വയറുവേദനയായിരുന്നു. വയറുവേദനയായിട്ട് ചെന്നു. ഗുരു ചെന്ന വഴി ചോദിച്ചു, നിങ്ങളെന്താ ആപ്പിള് കഴിച്ചോ, അതുകൊണ്ട് പറ്റിയതായിരിക്കും, ആപ്പിൾ കഴിച്ചോന്ന് പോകാമെന്ന് പറഞ്ഞു. അത് തൊലി ചെത്താതെ തന്നെ കഴിച്ചതെന്ന് വെച്ചാൽ അതേന്ന് പറഞ്ഞു. അതുകൊണ്ട് പറ്റിയ വയറുവേദനയാണ്, മരുന്ന് കൊടുത്തു, സംഭവം മാറി. ഓ, അപ്പോൾ ഇതായിരുന്നു കാരണം. ഇപ്പോഴാണ് ശിഷ്യന് മനസ്സിലായത് ഈ ഭക്ഷണം കഴിച്ചതിൻ്റെ അതിൽ വന്ന മിസ്റ്റേക്കാണ്. അപ്പം അതുകൊണ്ട് ഈ ആപ്പിളിൻ്റെ തൊലിയുടെ കാര്യം എടുത്തു വെച്ചു. അതെന്താ ഗുരുനാഥ, ഈ ആപ്പിളിൻ്റെ തൊലി ചെത്താതെയാണ് കഴിച്ചതെന്ന് ചോദിച്ചേ. അപ്പോൾ ഗുരു പറഞ്ഞു, ഈ ആപ്പിൾ ചെത്തിയാണ് കഴിച്ചിരുന്നതെങ്കിൽ തൊലി എവിടെ എവിടെയെങ്കിലും കിടക്കണ്ടാവും, നമുക്ക് കണ്ടറിയാൻ പറ്റും. അപ്പോൾ ഈ ആപ്പിളിൻ്റെ തണ്ട് അവിടെ കിടന്നുകൊണ്ടാണ് കഴിച്ചോന്ന് ചോദിക്കാൻ കാരണം. അപ്പോൾ ലക്ഷണം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇതായിരുന്നു ഗുരു ഇത്രയും വലിയ സംഭവമായിട്ട് കൊണ്ടുനടന്ന ട്രിക്ക്. ശരി, ഞാൻ റെഡിയാക്കാന്നുള്ള രീതിയിൽ അടുത്ത്. അപ്പോൾ ഗുരുവിന് മനസ്സിലായി ശിഷ്യനെന്തോ അറിവ് കിട്ടിയ ഒരു അഹങ്കാരമുണ്ട്. എന്നാൽ അടുത്ത സ്ഥലത്തേക്ക് ശിഷ്യൻ തനിച്ച് പോകട്ടെ എന്നുള്ള രീതിയിൽ ശിഷ്യനെ വിട്ടു അടുത്തൊരു സെറ്റപ്പിലേക്ക്. ഇതേപോലെ തന്നെ ഒരു വയറുവേദന കേസായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ശിഷ്യനോട് പോയി നോക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, അതിനെന്താ, ശിഷ്യൻ പണ്ടേ റെഡിയായിരുന്നു, ഇതൊന്ന് പോയി ചാടി പിടിച്ച് പ്രാഗൽഭ്യം തെളിയിക്കാൻ.
ശരി എന്ന് പറഞ്ഞു പോയി. അവിടെ ചെന്ന് ലക്ഷണം ഗുരു പറഞ്ഞാൽ പഠിപ്പിച്ച അല്ലെങ്കിൽ കണ്ട് പഴകിയ എല്ലാ ലക്ഷണവും വെച്ചിട്ട് ആൾ കിടന്ന് കൊടുമ്പിരി കൊണ്ട് വേനെടുത്തങ്ങ് ഞെളിയണ സമയത്ത് ശിഷ്യൻ ചോദിച്ചു, നിങ്ങൾ രാവിലെ വൈക്കോല് തിന്നോന്ന് ചോദിച്ചു. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ബാക്കി വരിക? വൈക്കോലായിരിക്കും പുറത്ത് കണ്ടത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് സംഭവിക്കുന്നത് അതാണ് നമ്മൾ ഇതിനോട് ഉപമിക്കുന്നൊരു കഥ. ഇതൊന്നും കളിയാക്കുന്നതല്ല, നമ്മൾ കളിയാക്കുന്ന പറയാം. ഇത് കേട്ടിട്ട് തന്നെ പലരും നമ്മൾ മറ്റുള്ളവരെ കളിയാക്കുന്ന പറയാം. നമ്മൾ ശരിക്കും അറിവ് പകർന്നു കൊടുക്കുക ചെയ്യുന്നത്. ഇത് തന്നെ ജനം അറിവായിട്ട് അംഗീകരിക്കുന്ന മറ്റുള്ളവർ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ ആരുടെ കുഴപ്പം? ജനത്തിൻ്റെ അല്ല, ജനം അംഗീകരിച്ചല്ലോ. ജനം അംഗീകരിക്കുന്നുണ്ട്, ജ്യോത്സ്യന്മാരാണ് അംഗീകരിക്കാത്തത്. അറിവ് അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. അവർക്ക് മാധവീയത്തിലില്ല, ഗോരാശാസ്ത്രത്തിലില്ല. അതുമാത്രമാണ് അടിസ്ഥാന ഗ്രന്ഥം, വേറെ ഗ്രന്ഥങ്ങളൊന്നുമില്ല. വേറെ ആചാര്യന്മാരൊന്നും ആചാര്യന്മാരല്ല. അപ്പോൾ ഇപ്പം ഞങ്ങളുടെ ആചാര്യനൊന്നും ആചാര്യനല്ലേ? ആചാര്യനിൽ ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുമോ? അപ്പോൾ പിന്നെ ഇത് ആര് വന്നാലും അത് അംഗീകരിക്കണം. നന്മ ആര് കാണിച്ചാൽ അത് അംഗീകരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഇതിൻ്റെ പൂർണ്ണതയിലെത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ഈ പറഞ്ഞ 27 നക്ഷത്രങ്ങളിലും നമ്മൾ മുമ്പേ പറഞ്ഞു, മകീര നക്ഷത്രം എന്നല്ല, ഏത് നക്ഷത്രത്തിൽ ജനിച്ചാലും ഗവൺമെൻറ് ജോലിക്ക് അർഹത ഉണ്ടാവും. അർഹത വരണത് 10ാം ഭാവത്തിന് സൂര്യൻ്റെ ബന്ധം വരണം, അതാണ് ഗവൺമെൻറ് ജോബ്. അല്ലെങ്കിൽ അതിൻ്റെ യോഗം വരണം, ദൃഷ്ടി വരണം, ഇങ്ങനെ പിന്നെ ലഗ്നം കറക്റ്റ് ചെയ്യണം. ഇത് തന്നെ ചാരവശാൽ ചിന്തിക്കുമ്പോൾ 32 വയസ്സ് മുതലാണ് ചാരവശാൽ തുടങ്ങുന്നത്. ആ സമയം മുതൽ 10ാം ഭാവത്തിൽ സൂര്യൻ വന്നാലും 32 വയസ്സിന് മേലെ ഗവൺമെൻറ് ജോലി കിട്ടും. ഇപ്പോൾ നമ്മുടെ അടുത്തൊക്കെ വന്നൊരു ജാതകം നോക്കി അപ്പോൾ പറയും ഇത്ര വയസ്സിൽ കിട്ടും, അല്ല കിട്ടില്ല, വിദേശ യോഗമാണ്. ജാതകം കാണുന്ന വഴി നമുക്ക് മനസ്സിലായി വിദേശ യോഗമാണ്. കുട്ടി വിദേശത്താണെന്ന് വെച്ചാൽ അതേന്ന് പറയും, നമുക്ക് മനസ്സിലായല്ലോ. അതേപോലെ ജാതകം കാണുമ്പോൾ ബിസിനസ്സാണോ എന്ന് ചോദിക്കും, ബിസിനസ്സാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ അതേന്ന് പറയും. അതെന്തുകൊണ്ടത്? നമുക്ക് അതിൻ്റെ ഗ്രഹം അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഗ്രഹത്തിനെ നോക്കിയിട്ടാണ് ഈ കുട്ടിയുടെ ജോലിയും കാര്യമൊക്കെ ചോദിക്കുന്നത്. അതേപോലെ തന്നെ ആദ്യത്തിൻ്റെ ബന്ധം കൂടി ഉണ്ടെങ്കിലാണ് അത് ഗവൺമെൻറ് രീതിയിലുള്ള ബിസിനസ്സാണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ജ്യോതിഷത്തിൽ ഒരുപാട് പഠിക്കാനുണ്ട്. അല്ലാതെ ഒരു നിസ്സാരം പഠിച്ചിട്ടൊന്നും ചാടി പുറപ്പെട്ട് വന്ന് ഈ പറഞ്ഞ ഗുരുവിൻ്റെ പിന്നാലെ പോയ ശിഷ്യനെ പോലെ ആവാനല്ലാതെ കണ്ടിട്ട് ഒരു പൂർണ്ണതയിലെത്തണമെങ്കിൽ നമ്മളിത് വരണവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കുകയും അവരുടെ ജാതകങ്ങൾ പരിശോധിക്കുകയും അതിൻ്റെ വിശകലനങ്ങളൊക്കെ നടത്തുകയും ചെയ്താൽ മാത്രമേ ഒരു ജാതക ചിന്ത പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കാം. ഈ ഗവൺമെൻറ് ജോബ് മാത്രം അങ്ങനെ പ്രതീക്ഷിച്ച് നടക്കേണ്ട കാര്യമില്ല. ചിലരുടെ ജാതകത്തിൽ ബിസിനസ്സുകാരനായിരിക്കും. അപ്പോൾ ബിസിനസ് ഉള്ളത് ഒരു മോശമായിട്ട് കണക്കൂട്ടേണ്ട കാര്യമില്ല. കാരണം ഈ ചില നായർ സമുദായം അംഗങ്ങൾ ആൺകുട്ടികൾ വന്നിട്ട് നമ്മളോട് വളരെ പരാതി പറയാറുണ്ട്. അവർ വളരെ നല്ല രീതിയിൽ ബിസിനസ് നടത്തുന്ന ധനാഢ്യരാണ്. പക്ഷേ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പാരൻസ് ഗവൺമെൻറ് ജോലി ഉണ്ടെങ്കിൽ മാത്രമേ കല്യാണം കഴിപ്പിച്ചിട്ട് കൊടുക്കുകയുള്ളൂ. അത് നായർ സമുദായത്തിന് മാത്രമുള്ള ഒരു ചിട്ടവട്ടമാണ്. അതേസമയത്ത് മറ്റുള്ള സമുദായങ്ങൾ, ഈഴവ സമുദായത്തിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 18 വയസ്സാകുമ്പോഴേക്കും കെട്ടിച്ചില്ലെങ്കിൽ കുട്ടി ആരെങ്കിലും കൂടെയെങ്കിലും ഓടിപ്പോകുന്നതാണ് ജ്യോത്സ്യൻ കണ്ടെത്തി പറയും. അതുകൊണ്ട് 18 വയസ്സാകുമ്പോൾ തന്നെ കെട്ടിക്കും. 19 വയസ്സിൽ തന്നെ ഒക്കത്തൊരു കുട്ടിയുണ്ടാവും. പിന്നെ ജീവിതം കട്ടപ്പുകയായി. കാരണം ഈ കെട്ടിച്ചോട്ട വീട്ടിലും ഗതിയില്ല, നമ്മുടെ ജനിച്ച വീട്ടിലും ഗതിയില്ല, ജീവിതത്തിനും ഗതിയില്ല. ഇതാണ് നമ്മളിവിടെ ക്രിസ്ത്യൻ കുട്ടികളിലേക്ക് നോക്കേണ്ടത്. അവരെല്ലാം പഠിച്ച് ഒരു ജോലി നേടി അവർ ജനിച്ച വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്ത്, അതായത് ധനമൊക്കെ ആവശ്യത്തിന് സമാഹരിച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ ക്രിസ്ത്യൻ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും വിവാഹത്തിന് തയ്യാറാവുന്നുള്ളൂ. അതുകൊണ്ടാണ് അവരുടെ സ്പീഡ്. അവരെന്തുകൊണ്ട് സാമ്പത്തിക വളർച്ച നേടുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വെറുതെ വർഗീയ പ്രീണനം കൊണ്ട് മാത്രമാണ് സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ അധ്വാനം കാണാതെ പറ്റുമോ? ഇവിടെ ഇത്രയും വലിയൊരു ശാസ്ത്രവും 33 കോടി ദേവതകളും സപ്പോർട്ടുണ്ടായിട്ട് പോലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളുടെ അറിവില്ലായ്മയാണ്. അതായത് ഈ ജ്യോത്സ്യന്മാർ 18 വയസ്സ് കെട്ടിയില്ലെങ്കിൽ പിന്നെ കെട്ടലുണ്ടാവില്ല, പിന്നെ 28 വയസ്സാവും എന്ന് പറയുമ്പോൾ തന്നെ അയ്യോ ഇനി കുട്ടിക്ക് കെട്ടുണ്ടാവില്ല എന്നുള്ളൊരു പേടി എൻ്റെ അടുത്തൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കാറുള്ളത്, ഈ 18 വയസ്സിൽ കുട്ടിയുടെ കെട്ട് നടന്നില്ലെങ്കിൽ ഈ ജ്യോത്സ്യൻ കെട്ടിച്ച് കൊടുക്കുമോ? അതിനുള്ള കഴിവ് ജ്യോത്സ്യനുണ്ടോ? അപ്പോൾ അങ്ങനെ വെറുതെ എന്തൊക്കെയോ പഠിച്ചിട്ട് വന്നിട്ട് കുട്ടികളുടെ ഭാവി തുലയ്ക്കാൻ ഒരിക്കലും പാരൻസ് തയ്യാറാവരുത്. നമ്മുടെ അടുത്തൊക്കെ ജാതകം നോക്കാൻ വരുമ്പോൾ ഞാൻ പറയുന്നത് എപ്പോഴും കുട്ടിക്ക് പഠിച്ച് നല്ലൊരു ജോലി കിട്ടട്ടെ, ജോലി കിട്ടിയതിന് ശേഷം മാത്രം മതി വിവാഹം എന്ന് പറയാറ്. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് ജോലി ഉണ്ടെങ്കിൽ വിവാഹ മാർക്കറ്റിൽ പൈസക്ക് ഒരുപാട് താഴേക്ക് പോരും. അതേപോലെ കയറി ചെല്ലുന്ന വീട്ടിനും ധനം ഉണ്ടാവും, കുട്ടി നിൽക്കുന്ന വീട്ടിലും ധനം ഉണ്ടാവും. അപ്പോൾ സമൂഹം വളരും, കുടുംബം വളരും, സമൂഹം വളരും, നമ്മുടെ നാട് വളരും. ഇങ്ങനെയൊക്കെ ചിന്തിച്ചാലേ ഇത് മുന്നോട്ട് പോവുള്ളൂ. അല്ലാതെ കണ്ടിട്ട് 18 വയസ്സിൽ കെട്ടിയിൽ കെട്ടുണ്ടാവില്ല, 22 വയസ്സിൽ കെട്ടിയിൽ കെട്ടുണ്ടാവില്ല, പെൺകുട്ടിയല്ല അതുകൊണ്ട് പഠിക്കേണ്ടാന്ന് വെച്ചു. ഈ ഇടുങ്ങിയ ചിന്തകളെല്ലാം ഹൈന്ദവ സമൂഹം പണ്ടേ കാട്ടിക്കളയേണ്ടതാണ്. ഇപ്പം മുസ്ലിം സമുദായം പോലും പെൺകുട്ടികൾ പഠിച്ച് ജോലി കിട്ടിയിട്ട് കെട്ടാൻ തയ്യാറാവുന്നുള്ളൂ. ഇത് തന്നെ മലപ്പുറത്തു നിന്നൊരു മുസ്ലിം വന്നപ്പോൾ പറഞ്ഞത്,
ഒരു ജ്യോത്സ്യം പറഞ്ഞു 17 വയസ്സിൽ കെട്ടിയില്ലെങ്കിൽ കുട്ടിക്ക് കെട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളെ പിടിച്ച് അകത്തിടും, നിങ്ങൾ പത്രവാർത്തകളൊന്നും വായിക്കാറില്ല എന്ന് ചോദിച്ചു. കാരണം പ്രായപൂർത്തിയാവണേക്കുമ്പോൾ കുട്ടിയെ കെട്ടിച്ചു കഴിഞ്ഞാൽ പാരൻസിനെ പിടിച്ച് അകത്തിടും. അപ്പോൾ അതുപോലും ജ്യോത്സ്യന് അറിവില്ല. 17 വയസ്സിൽ കെട്ടിച്ചില്ലെങ്കിൽ കുട്ടിക്ക് കെട്ടുണ്ടാവില്ല എന്ന് പറയുമ്പോൾ നമ്മളുടെ നിയമങ്ങൾ പോലും അനുസരിക്കാൻ അല്ലെങ്കിൽ അതുപോലും അറിയില്ലാത്ത രീതിയിൽ പ്രവചനം നടത്തി ഈ പാരൻസിനെയും കുട്ടികളെയൊക്കെ ബുദ്ധിമുട്ടാക്കേണ്ട യാതൊരു കാര്യമില്ല. എൻ്റെയൊക്കെ ഒരു അഭിപ്രായം, ഏത് കുലത്തിലുള്ള കുട്ടികളായാലും പഠിച്ച് നല്ല രീതിയിലൊരു ജോലിക്ക് പ്രാപ്തിയാവുക. ആ പ്രാപ്തിയിലൂടെ കുടുംബം രക്ഷപ്പെടും, സമൂഹം രക്ഷപ്പെടും, അങ്ങനെ നമ്മുടെ നാടും രക്ഷപ്പെടും എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അതിന് എന്ത് തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് സമ്പൂർണ്ണ പരിഹാരം തന്നെ നേടാൻ സാധിക്കുന്നതാണ്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് കത്തുകളായി അയയ്ക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം. ഇതുപോലെ തന്നെ എൻ്റെ വീട്ടിലൊക്കെ വായ്പുണ്ണ് വന്നാൽ ആദ്യം പോയി ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബി കോംപ്ലെക്സ് വാങ്ങിച്ച് കഴിക്കും. ബി കോംപ്ലെക്സും മറ്റൊരു പേരുകേട്ട റെമഡിയാണ് അല്ലേ. അപ്പോൾ ഇതുപോലെ ശരിക്കും വായ്ക്കകത്ത് ഈ പലപ്പോഴും നമ്മുടെ വിസ്ഡം ടൂത്ത് കിളിച്ചിറങ്ങി, അല്ലെങ്കിൽ പല്ലുകളുടെ ഓവർ ക്രൗഡിങ് കാരണം ഒരു പല്ല് കൂർത്ത് ഒരു സൈഡിൽ ഇങ്ങനെ ശരിക്കും തുറക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് മൗത്ത് അൾസറും ഉണ്ടാകാറുണ്ട്. പക്ഷെ അത്തരം കാര്യങ്ങൾക്ക് ഡെന്റൽ ഡോക്ടർ തന്നെ വേണം. കാരണം അതിന്റെ ഒരു മൂർച്ച കുറയ്ക്കാനായിട്ട്, പല്ലിന്റെ മൂർച്ച കുറയ്ക്കാനായിട്ട്. ഇത്രയും നേരം നമ്മൾ മൗത്ത് അൾസറിനെ കുറിച്ച് വളരെ ലാഘവത്തോടെ പറഞ്ഞെങ്കിൽ പോലും മൗത്ത് അൾസർ ഉള്ള ആൾക്കാർ പുകവലിക്കുകയോ അല്ലെങ്കിൽ മുറുക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതുവഴി ചെറിയൊരു എക്സ്പോഷറാണ് നിങ്ങൾ നൽകുന്നത്. നിങ്ങൾക്ക് ഒരു ബ്ലഡിലേക്ക് വരാൻ, അതെ അതെ അതെ, ഒരു അത് ഇറ്റ് മേ ഈവൻ ലീഡ് ടു ക്യാൻസർ. അതുകൊണ്ട് തന്നെ ഇത്തരം ശീലങ്ങളുള്ള ആൾക്കാർ മൗത്ത് അൾസർ ഉള്ളപ്പോൾ പ്രത്യേകിച്ച് ഈ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കണം എന്നുള്ളത്. ഇത്തരം ദുശീലങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കാൻ തന്നെ ശ്രമിക്കണം. അതെ 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 അതെ. ഒരു ചെറിയ അസുഖത്തെ കുറിച്ച് കുറച്ച് പേടിപ്പിച്ചുകൊണ്ട് അതെ അതെ ഇന്നത്തെ നമ്മുടെ ഉദ്യമം പൂർണ്ണമാവുകയാണ്. വീണ്ടും നമുക്ക് നാളെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം. ബൈ.